അദ്ദേഹം കഴിഞ്ഞ ദിവസം ദീപികയിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വളരെ ദീർഘമായി ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക വളരെ നന്നായിട്ട് അവതരിപ്പിക്കുകയും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആള് സിനിമാ ലോകത്തുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിനോട് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു ഷൂട്ടിംഗ് ഉള്ളതിൻ്റെ പേരിൽ വൈകുന്നേരത്തേക്ക് ആക്കിയതാണ്. അദ്ദേഹം വളരെ ത്യാഗം സഹിച്ചാണ് ഷൂട്ടിങ്ങിനിടയിൽ അത് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ചെറിയ ആശംസ പറയുന്നതിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതവും ആശംസകൾ. നമ്മുടെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറാണ്. ഞാനതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന വളരെ വ്യക്തമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. പക്ഷേ അതിന് ശരിയായ രീതിയിലുള്ള ഒരു പരിഹാരത്തിലേക്ക് അത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. 6 ജില്ലകൾ പൂർണ്ണമായി തകർന്നുപോകും എന്നൊരു ഭീഷണിയുള്ള സത്യാവസ്ഥയാണ് വിദഗ്ധരെല്ലാം പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ നമ്മളൊക്കെ ജീവിക്കുകയാണ്. ഇതിന് പരിഹാരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 രാഷ്ട്രീയ പാർട്ടികൾ അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ 3 രാഷ്ട്രീയ പാർട്ടികളും വളരെ കാര്യമായിട്ട് ഇതിന് സഹകരിക്കാൻ എത്രയും വേഗം ഒരു തീരുമാനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഡാം തകരുക, അതിൽ പുതിയൊരു ഡാം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും 1-2 ദിവസമോ 1-2 മാസങ്ങളോടെ നടക്കുന്ന കാര്യമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് കൂടുതൽ അറിയില്ല. വിദഗ്ധർക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് നമ്മളുടെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ, അതേസമയം തമിഴ്നാടിൻ്റെ വെള്ളം, നമ്മളെ രാജ്യമാണല്ലോ ഇപ്പോഴും അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മളുടെ ജീവൻ സംരക്ഷിക്കുക, അതിന് വേണ്ട ഉറപ്പ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇതിൻ്റെ ഭരണാധികാരികൾ, അതുപോലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് ഒന്ന് കണ്ണു തുറക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ എനിക്കുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നമ്മുടെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഒരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കുക, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതികളുടെ കോടതികൾ എത്രയും സമീപിച്ച് ഇത് ചെല്ലുക. അതിനൊരു ദിവസം പോലും അമ്മ തന്നെ വിചാരിക്കില്ല. അതായത് നിർണായകമായ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സമയങ്ങളെല്ലാം വളരെ നിർണായകമാണ്. അപ്പം ഞാൻ അതിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് കാണാനുള്ള മനസ്സിനനുവദിക്കത്തില്ല. കാരണം പൊട്ടി ഒലിച്ച് ദ്രവിച്ച് ഓരോ ഭാഗവും ലീക്കായിട്ട് വന്നിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. 90-95 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇനിയും കുറേ കാലം ജീവിക്കുന്ന പറഞ്ഞ അർത്ഥമാണ് ഉണ്ടാവും. പുള്ളിക്ക് ആരോഗ്യമുണ്ടല്ലോ, ഇനിയും ഒരുപാട് 10-15 വർഷം തെറ്റുള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇത്ര കാലങ്ങളുടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 120-30 വർഷം പഴക്കമുള്ള ഡാം ഇങ്ങനെ ഇനിയും സാരമൊന്നുമില്ല. അപ്പം ഇതൊക്കെ പലരും ചില കുപ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അത് വെറുതെയുണ്ട്. അത് വെറും നമുക്കൊരിക്കലും മുഖവരിക്കെടുക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. അതൊന്നും കേട്ടാൽ വിശ്വസിക്കുകയും ചെയ്യരുത്. ഈ തീരുമാനത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ മറ്റ് സമൂഹങ്ങളിൽ, കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ മലയാളി സമാജക്കാരും വിവിധ തുറകളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ മലയാളീസിനെല്ലാം അവരെ ഉണർത്തിക്കൊണ്ട്
എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു പ്രതിഷേധം കേരളം മുഴുവൻ പ്രതിഷേധം രേഖപ്പെടുത്തണം, പ്രതിഷേധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മാത്രമേ ഇങ്ങനെ കരയുന്ന കുഞ്ഞിൻ്റെ പാലുള്ളൂ എന്ന് പറഞ്ഞുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത്ര ഇത് നിസ്സാരമായ കാര്യമല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വിഷയം പലർക്കും ഒരു വലിയൊരു സംഭവമായിട്ട് കാണാതെ എത്രയോ ആൾക്കാരുണ്ട്. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്, അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നിശ്ചയമായിട്ടും എല്ലാവരിലും എത്തിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിച്ച് കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രധാനമന്ത്രി പ്രസിഡന്റിനെ, ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കോടതികളെ, ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം എത്രയും വേഗം ബോധിപ്പിച്ചാൽ മാത്രമേ ഈ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇത് പരിഹാരമാവൂ. അങ്ങനെ ചെയ്താലേ ഈ വലിയ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഈ ഒരു ആകാംക്ഷ, ഭീതി മനസ്സിൽ പോകുള്ളൂ. അത് ഒരുപക്ഷെ ഇത് അറ്റകുറ്റ പണികൾ ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി, പുതിയ ഡാം നിർമ്മിക്കാമെന്ന് പറഞ്ഞാലും ശരി, പുതിയ ഡാം നിർമ്മിക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായ കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അത് എത്ര സമയമെടുക്കും? അതൊന്നും അല്ലാതെ എത്ര സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം എന്താണ്, നമ്മൾ ആശങ്ക മാറ്റാൻ വേണ്ട കാര്യം എന്താണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട് രണ്ടോ നൽകിക്കൊണ്ട് ഉള്ള തീരുമാനമായിരിക്കും ഏറ്റവും നല്ലതാണ് എന്ന്. അപ്പോൾ ഈ കൂടുതൽ സംസാരിക്കാനില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പം എല്ലാ ദിവസവും ഈ ഫോണിൽ കൂടെ നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മാത്രമേ കാണാനുള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച്, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച്, ഇത് പൊട്ടുമോ എന്നുള്ള ഭീതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സത്യത്തിൽ വാസ്തവത്തിൽ ഓരോ രാത്രി നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്ന എന്നുള്ളത് ഒരു വസ്തുത. അപ്പോൾ 6 ജില്ലകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കേരളം പിന്നെ പല പല തുണ്ടുകളായിട്ട് മാറിപ്പോവുകയും ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കാര്യത്തിലേക്ക് വളരെ ആർജവത്തോടെ, ഉത്സാഹത്തോടെ ചെന്ന് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഇനി എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനില്ല. എല്ലാവരും ഇതേ കാര്യങ്ങൾ പറഞ്ഞവരും പറയാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ എനിക്ക് എത്താൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങൾ വളരെ പ്രയാസമേറിയ ദുഷ്കരമായ ഈ ഒരു മനസ്സിൻ്റെ ഭീതി എത്രയും വേഗം എല്ലാവരിൽ നിന്നും മായട്ടെ, മറ്റ് പരിഹാരം വേഗം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.